السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد فإني أوصيكم وإياي بتقوى الله. ബഹുമാനമുള്ള അധ്യക്ഷൻ ഉമർ ഫൈളി, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഏരിയ ബ്രാഹ്മണ സിയാൽ, ഈ ജാഥക്ക് നേതൃത്വം നൽകുന്ന ഇവിടുന്ന് പതാക സ്വീകരിച്ചുകൊണ്ട് ഈ ജാഥക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, സുന്നി വൻ സംഘം സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈളി, സമസ്തനയുടെ മാനേജർ മോയിൻകുട്ടി മാസ്റ്റർ, ഈ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിയ റിയാസ് മടിവാള, സിദ്ദീഖ് തങ്ങൾ, ലത്തീഫ് ഹാജി, അഷ്റഫ് ഹാജി, എം കെ നൗഷാദ്, നാസർ ഹാജി അടക്കമുള്ള, അതുപോലെ നമ്മളെ മിസ്ബാഹി അല്ലേ അടക്കമുള്ള പ്രതിനിധികൾ, മറ്റിവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് വളർന്ന് പന്തലിച്ച് ഉമർ ഫൈളി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്ത് എന്നല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സജീവമായ നിലയ്ക്ക്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ആ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു മുസ്ലിം ഈ രാജ്യത്തുള്ള മറ്റ് നമ്മുടെ സഹോദര സമുദായങ്ങളോട് ഏതെല്ലാം നിലക്കുള്ള സൗഹാർദ്ദത്തിലും സ്നേഹത്തിലൊക്കെയാണ് നമ്മൾ കഴിയേണ്ടത് എന്നത് അടിസ്ഥാനപരമായി വിശുദ്ധ ദീൻ അത് രേഖപ്പെടുത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സൗഹാർദ്ദവും സ്നേഹമൊക്കെ അവിടെ കാത്തു സൂക്ഷിക്കാനും അതോടൊപ്പം ഏറ്റവും പ്രധാനമായത് സുന്നത്ത് ജമാഅത്തിന് എതിരിൽ വരുന്നതായ എല്ലാ വിദഈ പ്രസ്ഥാനങ്ങളെയും, അത് പഴയ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, അയിമത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുഅ്തസിലത്ത് വിദഈ പ്രസ്ഥാനത്തിൽപ്പെട്ടതാണ്. ഷിയ്യത്ത് മുഅ്തസിലത്തിൽ നിന്ന് പല വിഭാഗങ്ങളും, ഷിയാക്കൾ പല വിഭാഗങ്ങളും ആയിക്കൊണ്ട് അങ്ങനെ അത് പഴയ കാലം മുതൽ തന്നെ നടന്നു വരുന്ന ഒന്നാണ് വിദഈ പ്രസ്ഥാനങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരിൽ ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളത്. അത് 1921 ശേഷം നമ്മളെ കേരളത്തിലും അത് സജീവമായി കൊണ്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി അവർ മുതിർന്നപ്പോൾ നമ്മളെ പണ്ഡിതന്മാർക്ക് തോന്നി, പ്രത്യേകിച്ച് ഇവിടെ മറുപടി കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമ ഖുതുബിയങ്ങളിൽപ്പെട്ട മഹാനാണെന്ന് എപ്പോഴും വിശേഷിപ്പിക്കുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ സദാത്തുക്കൾക്കൊക്കെ അവർക്കുള്ളൊരാശയമാണ് സംഘടിതമായ പ്രവർത്തനം വേണമെന്നുള്ളത്. മുമ്പും പ്രവർത്തനം ഉണ്ടായിരുന്നു. മഹാന്മാരാവുന്ന അയിമ്മത്ത് അവരെ കാലഘട്ടത്തിൽ അവരൊക്കെ ഒറ്റക്കാണ് വിദേഹത്തിനെതിരിൽ അവരൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത്. പിന്നീട് ഇൽമു ഇവിടെ കുറഞ്ഞു വരുന്നിടത്തോളം ഒരു ആലിമിനിക്ക് സ്വന്തമായ നിലക്ക് അതിനെ പ്രതിരോധിക്കാനുള്ളതായ ശക്തി ചിലപ്പോൾ കുറയോ പിൻകാലങ്ങളിൽ നിന്നുള്ളത് അന്ന് ജീവിച്ചിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള പണ്ഡിതന്മാർ സദാത്തുക്കളും ആലോചിച്ചു. അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു അടിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ഒരു സംഘടിത ശക്തിയിൽ കൂടി മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇത് വളരെ മുബാറക്കാവുന്ന വിശുദ്ധമായ ഒരു സംഘടനയാണ്. മഹാന്മാരാവുന്ന ഇതിന് നേതൃത്വം നൽകിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, അബ്ദുൽ ബാരി തങ്ങൾ അടക്കമുള്ള ഒരുപാട് വലിയ മഹാന്മാരാവുന്ന ആളുകൾ, ഖുതുബി തങ്ങളടക്കമുള്ള ഒരുപാട് മഹാന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. പിന്നീട് ഒരു സജീവമായ നിലക്ക് അതിന് നേതൃത്വ രംഗത്ത് മഹാനാവുന്ന ഷെയ്ഖുനാ ശംസുൽ ഉലമ വരികയും അതോടൊപ്പം ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദിൻ്റെ ശക്തമായ നേതൃത്വം കൂടി ഉണ്ടായപ്പോൾ ഈ സംഘടന അത് വളർന്നു പന്തലിച്ചു, വലിയ സംഘടനയായി. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ആ പ്രവർത്തനത്തിൻ്റെ ഒരു തുടർച്ചയാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘടന മുബാറക്കാണ്, അത് ബർക്കത്താക്കപ്പെട്ട സംഘടനയാണ്, അത് വിശുദ്ധമായ സംഘടനയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ നിയ്യത്ത് നന്നാക്കണം. നമ്മളിവിടെ ജാഥ ഒരു സാലിഹായ ഒരു അമലായി തീരണമെന്നുണ്ടെങ്കിൽ അതിന് നിയ്യത്ത് നന്നാക്കണം. നല്ല നിയ്യത്താവണം നമുക്കുണ്ടാവണം. വിശുദ്ധമാവുന്നതായ ദീൻ, വേറെയുള്ള പ്രകടനങ്ങളൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മളെത്ര ആളുണ്ടാവും, നമുക്ക് എത്ര ശക്തി ഉണ്ടാവും എന്നൊന്നും കാണിച്ചു, അതും ആവശ്യം തന്നെയാണ്. പക്ഷെ അതല്ല, നമ്മൾ നല്ല നിയ്യത്തോടുകൂടി ദീനിൻ്റെ വിജയം, ആ ദീൻ ഇവിടെ എന്നും അത് വളർന്ന് പന്തലിച്ചുകൊണ്ട് വലുതായി നിൽക്കണം. അഥവാ യഥാർത്ഥ ദീൻ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയണ അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, അതിൻ്റെ വിശ്വാസങ്ങളൊക്കെ, ഇതാണ് യഥാർത്ഥ ദീൻ. അത് വളരെ വിശുദ്ധമായ ഒരു പരമ്പരയിൽ കൂടിയാണ് നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളത്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതായ ഈ വിശ്വാസങ്ങൾ, ഈ ആചാരങ്ങൾ, ഈ പ്രവർത്തനങ്ങളൊക്കെ, ഇതിനു വേണ്ടി നമ്മളെ ഖിദ്മത്തുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഒരു ഇബാദത്തായി കൊണ്ട് മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇബാദത്തായി മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ല നിയ്യത്താവും. വേറെ നിയ്യത്തുകൾ അതിൽ കൂടാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കാൻ ചെന്നു, ഓനെ നിയ്യത്ത് എന്താ ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുക? എത്ര പൈസ കിട്ടുക? വണ്ടിക്ക് എത്ര പൈസ വാങ്ങാൻ കഴിയും? ഈ ഉദ്ദേശമായാലും അത് കിട്ടും. ഒമൻ കാനത്ത് ഇജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഇജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഒമൻ കാനത്ത് ഇജ്റത്തുഹു ഇലംറഅത്തിൻ യൻകിഹുഹാ ഫഇജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അപ്പോൾ നിയ്യത്ത് എങ്ങനെയാണ്? അതനുസരിച്ച് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രസിദ്ധമാവുന്ന വിശ്വാസ നമുക്ക് ആധികാരികമായി കൊണ്ട് അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. അതിൽ ആദ്യം കൊണ്ടുവന്ന ഹദീസ് എന്നതാണ് നിയ്യത്തുകൾ നന്നാക്കണം. അപ്പം നിയ്യത്ത് നന്നാവണം. എന്ത് നിയ്യത്തോടുകൂടിയാണ് ചെയ്യുന്നത്? ഇപ്പോൾ സഹാബത്തിൽ നിന്നുള്ള എല്ലാവരും ഹിജറ പോയി, അള്ളാഹിൻ്റെ വസീനെ മാത്രം ഉദ്ദേശിച്ചിട്ട്. ചില ആളുകൾ പോയതിന് വേണ്ടിയാണ് അവിടെ പോയാൽ ഏതോ പെണ്ണ് നിക്കാഹ് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറേ ഭൂമി സമ്പാദിച്ച് കൃഷിയൊക്കെ വികസിപ്പിക്കാമെന്നൊക്കെ ആണെങ്കിൽ അത് കിട്ടും. അപ്പോൾ നിയ്യത്ത് അനുസരിച്ചായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകളെ കബൂൽ ചെയ്യുന്നതും അതിൻ്റെ സവാബ് നൽകപ്പെടുന്നതൊക്കെ. അപ്പോൾ ഒന്ന് നിയ്യത്ത് നന്നാക്കണം. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിട്ട് നല്ല ഇഖ്ലാസോട് കൂടി വേണം നമ്മളെല്ലാ പ്രവർത്തനങ്ങളും. നമ്മളെ പ്രവർത്തനങ്ങളിൽ എന്താണ് എന്തെങ്കിലും നിലക്കുള്ള വക്രതയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള മറ്റൊരുത്തനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫിത്നക്ക് നൽകുക നിലക്കുള്ള സ്വഭാവങ്ങൾ നമ്മളെ ഒരു പ്രവർത്തനത്തിലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വളരെ വിശുദ്ധമാവുന്ന ഒരു സംഗതിക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഒരു ആ പ്രൗഢമായ ശക്തി 2026 അത് തീയതി ഏതാണെന്നുള്ളത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടക്കുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുഷാവറിൽ വെച്ചുകൊണ്ട് തീരുമാനിക്കും. അത് 2026 ഫെബ്രുവരിയിലാണ് നടത്തേണ്ടത് എന്നുള്ളത് 90-ാം വാർഷികത്തിൽ വെച്ചുകൊണ്ട് മഹാനാവുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ നബറല്ലാഹു ബർക്കത, അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ ദീനിയായ ഖിദ്മത്തുകളെയും കബൂൽ ചെയ്തിട്ട് അവർ പ്രഖ്യാപിച്ചതാണ്. ഇനി നമുക്ക് തീയതി പ്രഖ്യാപിക്കണം, ദിവസം അതിൻ്റെ സ്ഥലം പ്രഖ്യാപിക്കണം. സ്ഥലം അന്ന് പ്രഖ്യാപിക്കണം എന്നുള്ളത് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും തീയതി പ്രഖ്യാപിക്കും. അതുകൊണ്ടിട്ട് വരാൻ പോണതായ വലിയ സമ്മേളനം 26 ഫെബ്രുവരിയിൽ നടത്തപ്പെടുന്ന സമ്മേളനം, അതിൻ്റെ ഒരു ഉദ്ഘാടന സമ്മേളനമാണ്. ഈ ഉദ്ഘാടന സമ്മേളനം ബാംഗ്ലൂർ വെച്ച് നടത്താൻ തീരുമാനിച്ചതിന് ബാംഗ്ലൂരിലുള്ള നമ്മളെ പ്രവർത്തകർ ബാംഗ്ലൂർ അവരൊരു ആസ്ഥാനം, നമുക്കൊരു സമസ്തക്കൊരു ആസ്ഥാനം വേണമെന്നുള്ളത് അവരൊക്കെ ആലോചിച്ചു. ഒരു വലിയ ഭീമമായ സംഖ്യ കൊടുത്തുകൊണ്ടിട്ട് അവരെന്നെ അതിൽ ഒരുപാട് അതിൻ്റെ മുക്കാഭാഗം എന്നല്ല അതിൻ്റെ സിംഹഭാഗം അവരെന്നെ സംഘടിപ്പിച്ചു കൊണ്ടിട്ട് ഒരു ആസ്ഥാനം നമ്മളവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പേരിൽ. അപ്പോൾ അവരെ ഒരു ആവേശം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അതിനൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു അങ്ങോട്ട് ഒന്നെങ്കിലും ഒന്ന് അങ്ങോട്ട് സമ്മാനിക്കണമല്ലോ. ആ സമ്മാനം എന്നാൽ നമ്മളെ ഈ 100-ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ആവട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന്. രണ്ടാമത് കർണാടകയിലുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സജീവ പ്രവർത്തകർ നടക്കുന്ന പല ഭാഗങ്ങളുണ്ട്. നമുക്കറിയാലോ, ബാംഗ്ലൂർ, ചിക്കബാംഗ്ലൂർ, കൊടക്, ആ ഭാഗത്തുള്ള സ്ഥലം. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കും വലിയൊരു താല്പര്യം, അവർക്കും തന്നെ ഒരു ആഗ്രഹമാണിത്. അവർക്ക് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം അവർക്കും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമ്മാനമാണിത്. ഈ 100-ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം അവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നത്. ദക്ഷിണ കന്നഡ അതൊക്കെ ബാംഗ്ലൂർ പറ്റും, മംഗളൂർ എന്ന് പറഞ്ഞാൽ പറ്റും. അതൊക്കെ മംഗളൂർ ഞാൻ ചിക്കമംഗളൂർ പറഞ്ഞിട്ടുണ്ട്, മംഗളൂരും പറഞ്ഞിട്ടുണ്ട്. അതിൽ ദക്ഷിണ കന്നഡയും പറ്റും.
അപ്പോൾ മൊത്തത്തിൽ കർണാടകക്കാർക്കുള്ളതായ ഒരു സമ്മാനമാണ് 100-ാം വാർഷികത്തിൻ്റെ തുടക്കം അവിടുന്ന് കുറിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് കർണാടകയിൽ നിന്ന് ഇവിടെ എത്തിയവരോട് പ്രത്യേകം പറയാനുള്ളത്, അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിനാവശ്യമാവുന്നതായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അതിൻ്റെ സഹകരണങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ നമ്മൾക്ക് ഇവിടുന്ന് വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണം. കർണാടകയിൽ നമ്മളെ ഈ പ്രവർത്തനങ്ങളിലെ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓരോ യൂണിറ്റിൽ നിന്നും ബസ്സുകളൊക്കെ മറ്റുള്ള വാഹനങ്ങളൊക്കെ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് വാഹനങ്ങൾ വരും, അവർ പല ഭാഗങ്ങളിൽ നിന്ന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു സംഭവമായി കൊണ്ട് മാറ്റണം. അപ്പോൾ ഇത് വലിയൊരു സംഭവമായി കൊണ്ട് മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നൊക്കെ ഉണ്ടാവണം. അതിന് അടിസ്ഥാനപരമായി വേണ്ടത് ഒന്ന് നിയ്യത്ത് നന്നാവലാണ്, മറ്റൊന്നുള്ളത് നമ്മൾ അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടി ഇഖ്ലാസോട് കൂടി ചെയ്യുകയാണ്. വേറെ താല്പര്യങ്ങളൊന്നും ഇതിലുണ്ടാകാൻ പാടില്ല. താല്പര്യം ഉണ്ടായി പോയാൽ താല്പര്യം നടക്കും, മനസ്സിലായോ? അള്ളാഹിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കൂലി ഉണ്ടാവില്ല, ഒക്കെ വട്ടപൂജയാണ് ഈ കാരണം. അപ്പോൾ നമ്മളിതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നിട്ട് നമുക്ക് വലിയ നേതാവാകാമെന്നോ അല്ലെങ്കിൽ മറ്റൊരു പ്രകടനങ്ങൾ ചെയ്യാമെന്നോ ഈ ഒരു ഉദ്ദേശം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. നീനിവിടെ രക്ഷപ്പെടണം, അത് ആ നിയ്യത്തോട് കൂടിയിട്ട് ഇഖ്ലാസോട് കൂടി പ്രവർത്തിച്ചാൽ ഇത് നാളെ ആഖിറത്തിൽ വലിയൊരു സവാബായിരിക്കും നമുക്ക് ലഭിക്കപ്പെടുക. അതുകൊണ്ട് പ്രവർത്തകരോടൊക്കെ പറയാനുള്ളത്, നേതാക്കന്മാരോട് പറയാനുള്ളത്, നമ്മളെ നിയ്യത്ത് നന്നാക്കണം, ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു പ്രത്യേകിച്ച് മഹാന്മാരാവുന്നവരെ സാന്നിധ്യത്തിൽ ഇവരെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ യാത്രയും ഇതിനെ തുടർന്നുണ്ടാവുന്ന പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും നമ്മളെ 100-ാം വാർഷികത്തിൻ്റെ തുടക്ക സമ്മേളനമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല വിജയിപ്പിച്ചിട്ട് അതൊക്കെ ഒരു സംഭവമാക്കി തരട്ടെ. അല്ലാഹു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇസ്സത്തിനെ അല്ലാഹു ഉയർത്തിത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇസ്സത്തിനെ അല്ലാഹു ഉയർത്തിത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടിയും അതിൻ്റെ ഉപസംഘടനകൾക്ക് വേണ്ടിയും ആ ഉപസംഘടനകൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അല്ലാഹു എല്ലാവിധ ആഫാത്ത്, മുസീബത്ത്, അപകടങ്ങൾ, എല്ലാ ഷറുകളിൽ നിന്നും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. യാ ഖവിയ്യു യാ മതീൻ ബിക ശർറൽ ളാലിമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.